ഉഴുന്നുവട റെഡി ആക്കിയാലോ? അപ്പൊ അതിനുവേണ്ടി ഞാൻ തലേ ദിവസം തന്നെ ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകിയെടുക്കാം. അപ്പൊ ഞാനിവിടെ ഉഴുന്നൊക്കെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യത്തെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഉഴുന്നൊന്ന് അരച്ചെടുക്കാം. ഇനി ഈ ഉഴുന്നൊക്കെ നമ്മുടെ കുഞ്ഞൊരു വെള്ളം അരച്ചെടുക്കാം. അപ്പൊ ഞാൻ കുറച്ചായിട്ട് ഇട്ടിട്ട് അരക്കുന്നുണ്ടേ. സൈഡിലുള്ളതൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കി നമ്മുടെ കുഞ്ഞൊരുള്ള ദേ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ടേ. നന്നായി അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോ ഇത് അരക്കുമ്പോ വെള്ളം കൂട്ടിയിട്ടില്ല. വെള്ളം കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉഴുന്നുമാവ് നമുക്ക് റെഡിയാക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ഉഴുന്നുമാവ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ സവോളയാണ്. അപ്പൊ അതൊന്ന് നമ്മുടെ വെള്ളത്തിൽ നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അപ്പൊ ഇത് നമ്മുടെ കുഞ്ഞു സവോള ഇവിടെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഇങ്ങനെ കുനുകുനാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഉഴുന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊട്ടിച്ച് വന്നിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പൊ അതൊക്കെ ഒന്ന് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പൊ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലും ഇവിടെ നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ടേ. പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളത് നമ്മുടെ ഇഞ്ചിയാണ്. നമ്മുടെ ഇഞ്ചി കുട്ടനൊക്കെ തൊലി കളഞ്ഞ് റെഡിയാക്കി എടുക്കാം. അപ്പൊ അത് ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഗ്രേറ്റ് കുട്ടമ്മ വെച്ചിട്ട് നന്നായി ഇങ്ങോട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഞാൻ നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ രുചിയുടെ രാജാവായിട്ടുള്ള നമ്മുടെ കുരുമുളക് തന്നെയാണ്. അപ്പൊ അതൊന്ന് നമ്മുടെ കുഞ്ഞുരുള്ള ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി അങ്ങോട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വാഴന്റെ ഇല ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിൽ വെള്ളം വേണം. അപ്പൊ അതൊന്ന് നമ്മുടെ വാഴന്റെ ഇലന്റെ മുകളിലായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മാവ് വെച്ച് കൊടുക്കാം. അപ്പൊ അവിടെ കൈ വെച്ച് ഉണ്ടാക്കാൻ പറ്റാത്തോണ്ട് നമ്മുടെ ചപ്പാത്തി പലകന്റെ സാധനം വെച്ച് റൗണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഉഴുന്നുവട ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടി ഞാൻ എന്റെ കുഞ്ഞു ചട്ടിയിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉഴുന്നുവട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഒരു സൈഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ ഉഴുന്നുവട ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കൂടി അങ്ങോട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. അപ്പൊ അവിടെ ഉഴുന്നുവട ഇവിടെ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഉഴുന്നുവട ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടായിരിക്കുന്നു. അപ്പൊ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതായിരിക്കും. ബൈ.